നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഡയലോഗ് അടിച്ചിരുന്നു. ഹമാസിന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ട്രംപ് ഡയലോഗ് കാച്ചിയത്. താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഹമാസ് തുടച്ചു നീക്കപ്പെടും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഹമാസിനെ നേരിടാൻ അമേരിക്കൻ സൈന്യത്തെ താൻ അയക്കുമെന്നും ഗീർവാണം മുഴക്കി ട്രംപ് ഇത് പറഞ്ഞതിന് ശേഷം ഇന്നലെ മുതൽ ഇന്ന് വരെ 107 ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയത്. ഗസയിലെ ഇസ്രായേൽ പട്ടാളത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന 107 ആക്രമണങ്ങൾ. ആ 107 ആക്രമണങ്ങളിൽ ഇസ്രായേൽ ചിന്നിച്ചിതറി എന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പായി, ട്രംപ് ഗീർവാണമടിച്ചാൽ ഒതുങ്ങി മാളത്തിൽ ഒളിക്കുന്നവരല്ല ഹമാസ്. മാളത്തിൽ ഒളിക്കാൻ ഹമാസിന് കഴിയത്തുമില്ല. കാരണം പോരാളികൾ എങ്ങനെ മാളത്തിൽ ഒളിക്കും? മാളത്തിൽ അവർ ഒളിക്കുന്നത് കുതിച്ചു പായാൻ തന്നെയാണ്. 107 ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് നേരെ തങ്ങൾ നടത്തിയതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലിന് പറ്റിയ നാശനഷ്ടം പതിവ് പോലെ ഇപ്പോഴൊന്നും ഇസ്രായേൽ പുറത്തുവിടില്ല. മിക്കവാറും നാളെയോ മറ്റന്നാളോ പുറത്തുവിടും. എത്ര മരണങ്ങൾ സംഭവിച്ചു, എത്ര ഇഞ്ചറി സംഭവിച്ചു എന്നതൊന്നും ഇസ്രായേൽ അടുത്ത കാലത്തൊന്നും പെട്ടെന്നൊന്നും പുറത്തുവിടില്ല. ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് അടിച്ചുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിന് നേരെ പ്രതികരിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് നിയുക്ത പ്രസിഡന്റായി വന്ന ഉടൻ തന്നെ ഹമാസിനെ തുലയ്ക്കാനുള്ള മാർഗങ്ങൾ തേടുകയായിരുന്നു. ഹിസ്ബുള്ളയുമായി ഡൊണാൾഡ് ട്രംപിന് ഒരു യുദ്ധത്തിന് പറ്റില്ല. കാരണം അവർ വളരെ ശക്തമായ ഒരു സേനയാണ്. ഹമാസുമായി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ജയിച്ചു കയറാം എന്നാണ് ഡൊണാൾഡ് ട്രംപ് കരുതിയത്. അമേരിക്കൻ സൈന്യത്തെ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹമാസിനെ ഉന്മൂലനം ചെയ്യാം. മുമ്പ് ജോ ബൈഡൻ ഇതുപോലെ ഹമാസിനെ പെട്ടെന്ന് ഉന്മൂലനം ചെയ്യാനായി തുരങ്ക യുദ്ധത്തിൽ, അതായത് ഭൂഗർഭ അറകൾക്ക് ഉള്ളിലേക്കുള്ള യുദ്ധത്തിൽ വൈദഗ്ധ്യം സൃഷ്ടിച്ച അമേരിക്കൻ സൈനികരെ അയച്ചിരുന്നു. ആ സൈനികർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അത് അവരെ ഹമാസ് കാലപുരിക്ക് അയച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. പിന്നീട് വന്ന റിപ്പോർട്ടും ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടും. അതിനുശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസ പ്രഖ്യാപനം അങ്ങ് നടത്തിയത്. ഹമാസിനെ തുലച്ചു കളയും, ഹമാസ് കാണില്ല, അമേരിക്കൻ സൈന്യം ഇറങ്ങും. അതിനുള്ള മറുപടിയാണ് 107 ആക്രമണങ്ങൾ. എണ്ണി 107 ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടത്തിയിരിക്കുന്നു ഹമാസ്. അതിലൂടെ അവർ ഒരു കാര്യം പറയുന്നു, അമേരിക്കയല്ല, ഇനി ആര് വന്നാലും തങ്ങൾ പ്രതിരോധിക്കും, പ്രതികരിക്കുക തന്നെ ചെയ്യും. തങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനുള്ളത് കയ്യിലെ വിലങ്ങുകൾ മാത്രം. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വാതന്ത്ര്യം. ഇതാണ് അവർ ട്രംപിന് കൊടുത്തിരിക്കുന്ന മറുപടി. ട്രംപിന് നടയടി തന്നെയാണ് ഹമാസ് കൊടുത്തിരിക്കുന്നത്. ട്രംപിന്റെ ഈ വാഗ്ധോരണികൾ കൊണ്ടൊന്നും ഹമാസിനെ പേടിപ്പിക്കാനാവില്ല എന്ന് അവർ തെളിയിച്ചു. ട്രംപിന്റെ വാചക കസർത്തുകൾ കൊണ്ടൊന്നും ഹമാസ് ഒതുങ്ങില്ല. യുദ്ധമെങ്കിൽ യുദ്ധം, അതാണ് അവരുടെ നയം. മറ്റൊന്ന്, ഇതുവരയ്ക്കും ബന്ദികളെ കണ്ടെത്താനോ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ബന്ദികളിൽ അമേരിക്കൻ പൗരന്മാരും ഉണ്ട്. അതുകൊണ്ടാണ് ഈ അമേരിക്കയെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് അങ്ങ് നടത്തിയത്. അമേരിക്കയുടെ സൈന്യം ഇറങ്ങിയിട്ടെന്ന് നേടാൻ നേരത്തെ ഇറങ്ങിയല്ലോ. തുരങ്ക യുദ്ധത്തിൽ വൈദഗ്ധ്യം നേടിയ സൈന്യം നേരത്തെ ഇറങ്ങിയല്ലോ. എന്നിട്ട് എന്ത് നേടി? ഒന്നും നേടിയില്ല. ഹമാസിന് മുമ്പിൽ തോറ്റ് തൊപ്പിയിട്ട് പോയി. 107 ആക്രമണങ്ങൾ, എണ്ണം പറഞ്ഞ 107 ആക്രമണങ്ങൾ തങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് നേരെ നടത്തിയതായി ഹമാസ് സ്ഥിരീകരിക്കുമ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ മുഖത്ത് അടിച്ചിരിക്കുകയാണ് ഹമാസ്.